പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്ന് പോകുന്നത് വെള്ളായണി കായലിലോട്ടാണ്. കായലിലോട്ടല്ല, കായലിന്റെ അടുത്തേക്കാണ്. അപ്പം തിരുവനന്തപുരത്തിന്റെ സ്വന്തം കായലാണ് അല്ലേ ഈ വെള്ളായണി കായൽ. അതെ, എൻ്റെ കൂടെ ആരുണ്ടെന്ന് കണ്ടല്ലോ, പ്രതികടനാണ്. അപ്പം നമ്മൾ രാവിലെ ഒരു 6 മണിയായപ്പം വീട്ടിൽ നിന്ന് തിരിച്ചതാണ്. ഇപ്പം ഞങ്ങൾ പട്ടം ജംഗ്ഷനിൽ നിൽക്കുകയാണ്. അപ്പം ഇവിടെ നിന്ന് നേരെ വെള്ളായണി കായലിലോട്ട്. വെള്ളായണി കായലിനെ പറ്റി പറയുമ്പോഴത്തേക്ക് നമ്മുടെ കേരള സംസ്ഥാനത്തിൻ്റെ രണ്ടാമത്തെ ശുദ്ധജല തടാകമാണ് ഈ വെള്ളായണി കായൽ. അപ്പോൾ അങ്ങോട്ടാണ് പോകുന്നത്. അവിടുത്തെ കുറേ നല്ല ദൃശ്യങ്ങളൊക്കെ ഒന്ന് പകർത്താം എന്നുള്ള രീതിയിൽ ഞങ്ങൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലെറ്റ് us സ്റ്റാർട്ട് മാഗി. വെള്ളായണി ക്ഷേത്രത്തിൻ്റെ അടുത്തുള്ള വഴി കൂടെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നാണ് ഇവിടെ എത്തിയത്. രാവിലെ ഒരു 6 മണിക്കൊക്കെ ഇവിടെ വരാണെങ്കിൽ നല്ല, ഇതിനേക്കാളും കുറച്ചും കൂടെ നല്ല സീനറി ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത്രയും നല്ല സ്ഥലമാണെന്ന് ഞാൻ വിചാരിച്ചില്ല. മഞ്ഞ് ഒരു രക്ഷയില്ല, നല്ല രസം. കണ്ടോ, നമ്മളിപ്പോൾ ഒരു ഊട്ടിയിലോ കൊടൈക്കനാലോ ഒക്കെ നിൽക്കും പോലത്തെ ഒരു ഫീലിംഗ് ആണ് ഇവിടെ ഇപ്പം കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നേരെ പോകുന്നത് കാർഷിക കോളേജിൻ്റെ അങ്ങോട്ടെന്നാണ് ഒരു ചേട്ടൻ പറഞ്ഞത്. അപ്പോൾ ആ പോകുന്ന വഴിയിലാണ് കുറേ താമരയും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് ഉണ്ടെന്ന് തോന്നുന്നു. കാരണം ഡ്രോൺ പറത്തി വിട്ടപ്പോഴത്തേക്ക് കണ്ടതാണ്. അങ്ങോട്ട് എന്തോ താമര ഒക്കെ വിരിഞ്ഞ് നിൽക്കുന്നു എന്ന് തോന്നുന്നു. ഡ്രോണിൽ കൂടെ കണ്ടതാണ്. അപ്പോൾ ഞാൻ അങ്ങോട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. പ്രതിവേട്ടം തിരിച്ചു പോയി ഇനി വണ്ടി എടുത്തുകൊണ്ട് വരണം. മുന്നറിയിപ്പ് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കായലിൽ ഇറങ്ങുന്നതൊക്കെ സൂക്ഷിച്ച് വേണം ഇറങ്ങാൻ. ഇവിടെയാണ് താമര ഇങ്ങനെ പൂത്ത് നിൽക്കുന്നത്. പക്ഷേ ഇവിടെ ഒന്നുമില്ല, എല്ലാം പറിച്ചുകൊണ്ട് പോയി. ഇപ്പം താമര ചെടി മാത്രമേ ഉള്ളൂ, താമരയൊന്നുമില്ല. അങ്ങ് ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു താമര. നമ്മൾ അങ്ങോട്ട് പോയപ്പോഴത്തേക്ക് ഭാര്യയും ഭർത്താവും കൂടെ ഒരു വള്ളത്തിൽ വരണണ്ടില്ലേ, അവരൊക്കെ ഈ താമര പറിച്ചോണ്ട് വന്നതാണ് അല്ലേ? ഉണ്ട്, ഏകദേശം ഒരു 500-ഓളം താമര ചാക്കിൽ ഇങ്ങനെ കെട്ടി എടുക്കുന്നു. വെള്ളത്തിൽ നിന്ന് എടുത്ത് ചാക്കിനകത്ത് കെട്ടിയെടുക്കുന്നു. അപ്പൊ ഇവിടെ ചാക്കാണ് അവർ അടുക്കി വെച്ചിരുന്ന വെള്ളത്തിൽ. ഓ, അത് ശരി. നമ്മൾ ചോദിച്ചാൽ മീനുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ ഇല്ലെന്ന് പറഞ്ഞു. പക്ഷേ പ്രതിയുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോയപ്പോഴത്തേക്ക് അവരവിടെ നിന്ന് ഇറങ്ങി കയറുന്നത് കണ്ടു. അപ്പോൾ അതിൽ താമരയായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാണ് നമ്മളെ ചാല മാർക്കറ്റിലൊക്കെ താമര പോകുന്നത് അല്ലേ? അതെ, ഇവിടെ നിന്നാണ് താമര അങ്ങോട്ട് പോകുന്നത്. നല്ല വെയിലുണ്ട്, തളർന്നു. ഡ്രോണാണ് പറഞ്ഞതെങ്കിലും ഞങ്ങളും നന്നായിട്ട് ക്ഷീണിച്ചു. ഇനി എവിടെയെങ്കിലും ഒരു ഹോട്ടലിൽ പോയി നമുക്ക് ഒന്ന് കാപ്പി കുടിക്കണം. നമ്മൾ കാപ്പിയൊന്നും കുടിച്ചില്ല, 6 മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയതാണ്. നമുക്ക് കുറച്ചുകൂടെ പോവാം. ഓക്കെ, നമ്മളിപ്പോൾ പോണ കാർഷിക കോളേജിന്റെ അങ്ങോട്ടാണ്. കാർഷിക കോളേജിന്റെ അങ്ങോട്ടാണ് നമ്മൾ പോകുന്നത്. ഒരു സൈഡില് കായലും ഇപ്പുറത്തെ സൈഡില് കൃഷി സ്ഥലമാണ്. ആ കാണുന്ന വെള്ളം കണ്ട, അതിനകത്ത് നിറച്ച് താമരയാണ്. അത് പറിച്ചെടുക്കുക താമര. ആ വെള്ളത്തിന്റെ 2 സൈഡിലായിട്ട് അടുക്കി വെച്ചിരിക്കുന്നുണ്ട്, താമരയാണത്. ഇതാണ് നേരെ ചാല മാർക്കറ്റിലോട്ട് പോകും. ഇവിടെയൊക്കെ താമര ഇങ്ങനെ വിരിഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ്.
തണ്ട് മാത്രമേ ഉള്ളൂ ഇപ്പൊ തണ്ട് മാത്രമേ ഉള്ളൂ. താമര ആൾക്കാർ കൊണ്ടുപോയി. അപ്പൊ ഞങ്ങള് കായലിന്റെ കരയിൽ നേരെ മുകളിലോട്ട് കയറി വന്നു. മുകളിലോട്ട് വന്ന് ഈ സ്ഥലത്തിന് പേര് പാലത്തൂർ അല്ലേ? പാലപ്പൂര് ജംഗ്ഷനിലെത്തി. പാലപ്പൂർ ജംഗ്ഷനിൽ നിന്ന് ഹോട്ടൽ ഊട്ടുപുര, ഞങ്ങൾ എന്റെ ബാക്കിൽ കാണാൻ പറ്റുന്നുണ്ടോ? കാണാൻ പറ്റില്ല. ഹോട്ടൽ ഊട്ടുപുരന്ന് ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചിട്ട് പുറത്തോട്ട് ഇറങ്ങി. പക്ഷേ കാർഷിക കോളേജ് എന്ന് പറഞ്ഞാൽ ഈ പാലപ്പൂര് ജംഗ്ഷനിൽ നിന്ന് ഇടത്തോട്ട് പോകുമ്പോഴാണ് കാർഷിക കോളേജ്. അപ്പോൾ ഞങ്ങൾക്ക് പോകേണ്ടത് സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഞങ്ങൾ യഥാർത്ഥത്തിൽ ഇവിടെ വന്നതെന്ന് പറഞ്ഞാൽ ഡ്രോൺ ഒന്ന് പറത്തി നോക്കണം, അതിനാണ് നമ്മൾ വെള്ളായണി കായലിലോട്ട് വന്നത്. അപ്പോൾ ഡ്രോൺ ഞങ്ങൾ പറത്തി. ആ വിഷ്വൽസൊക്കെ നിങ്ങൾ കണ്ടല്ലോ. കൊള്ളാമെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഇടുക. എന്തായാലും നമ്മുടെ ഈ ചെറിയ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.